ശാരദയും മക്കളും വീട്ടിലെത്തിയ വിവരം അറിഞ്ഞിട്ട് ഗീതയാണെങ്കിൽ മകളെയും കൂട്ടി സങ്കീർത്തനത്തിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ ശാരദയാണെങ്കിൽ ഗീതയും മോളെയും കണ്ടിട്ട് സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് പൊന്നുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഗീതയാണെങ്കിൽ പൊന്നുവിനെ മാറ്റി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ആട്ടോയുടെ കാശ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഗീതയാണെങ്കിൽ മോളെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് കാവേരിയും ഗംഗയും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ ശാരദയുടെ കയ്യിൽ കാശില്ലല്ലോ. അത് കാരണം ശാരദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സുജാത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുജാത ഗീതയോട് പറയാണ് അതിനുള്ള വക അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരിവിടെ വന്ന് നിൽക്കൂടി എന്ന് പറഞ്ഞിട്ട് സുജാതയാണെങ്കിൽ കാശ് കൊണ്ട് ശാരദയുടെ കൈ കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് ശാരദയോട് തന്നെ ആട്ടയ്ക്ക് കാശ് കൊടുക്കാൻ പറയാണ്. ഈ സമയത്ത് ഗീതയാണെങ്കിൽ ഗംഗേനെയും കാവേരിനെയും കണ്ടിട്ട് ചോദിക്കുകയാണ്, അമ്മാവൻ മരിച്ചതിൻ്റെ വിഷമമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണാനില്ലല്ലോടി, ഒരു 5-6 കിലോ കൂടിയ കോളുണ്ടല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ സുജാത പറയണം, അത് പിന്നെ എല്ലാവർക്കും വച്ച് വിളമ്പാൻ ഞാനൊരുത്തി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ സുഖവാസത്തിന് എന്താ കുറവെന്ന് പറയണം കേട്ടോ. അങ്ങനെ സുജാതയാണെങ്കിൽ ഗീതേനെയും മോളേനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. ആ സമയത്തേക്ക് സുജാത ഗംഗയോടും കാവേരിയോടും പറയുന്നുണ്ട് ആട്ടോയിലിരിക്കുന്ന ബാഗൊക്കെ താഴേക്ക് ഇറക്കി വെക്കാനായിട്ട്. അത് കേൾക്കുമ്പോൾ കാവേരിക്ക് കുറേ കൂടി ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ഗംഗയാണെങ്കിൽ കാവേരി സമാധാനിപ്പിച്ചിട്ട് അവർ 3 ആളെയും കൂടിയിട്ട് ആട്ടോയിൽ നിന്ന് ബാഗൊക്കെ ഇറക്കി വെക്കുകയാണ്. ഈ സമയത്ത് ഗീതയാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗീതയും സുജാതയും കൂടി ജനൽ വഴി അവർ ബാഗൊക്കെ ഇറക്കി വയ്ക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ യമുനയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യമുനയാണെങ്കിൽ അമ്മയോട് ചോദിക്കണം, അമ്മേ നമ്മളെങ്ങോട്ടാണ് അമ്മ ഈ ബാഗൊക്കെ എടുത്തിട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരി പറയണേ, എടി നമ്മളെങ്ങോട്ട് പോകുന്നതല്ല, ഗീതേച്ചി വന്നിട്ടുണ്ട്, ഗീതേച്ചിയുടെ ബാഗാണിത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ യമുനയെ കണ്ടിട്ട് ഗീത സുജാതയോട് ചോദിക്കുകയാണ്, ഇവളെങ്ങോട്ടാണ് അമ്മ ഈ ഓടി നടന്നിട്ട് വരുന്നത്. അപ്പോൾ സുജാത പറയുകയാണ്, എനിക്കറിയത്തില്ല, പുറത്തൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരല്ലേ, അവർക്ക് പല ആവശ്യങ്ങളും കാണും, എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണെന്നോ എന്നോട് ആരും ഒന്നും പറയാറില്ലെന്ന് കേട്ടോ. അപ്പോൾ ഗീത പറയാണ്, അതെങ്ങനെ ശരിയാവുമേ, നമ്മുടെ ചിലവിൽ നമ്മുടെ വീട്ടിൽ കഴിയുന്ന ആൾക്കാർ എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും ഒക്കെ നമ്മളോട് പറയണ്ടേ. ഇതൊക്കെ തുടക്കത്തിൽ അനുവദിച്ച് കൊടുത്താലേ കുറേ കഴിയുമ്പോൾ അവർ നമ്മളെ ഭരിച്ച് തുടങ്ങുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ സുജാതയ്ക്ക് അവരോടുള്ള ദേഷ്യവും മനസ്സിലാക്കിയിട്ട് ഗീതയാണെങ്കിൽ എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ സുജാതയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിയുമ്പോൾ ഗീതയുടെ വരവും കൂടി ആകുമ്പോൾ ഇവിടെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ വീട് എത്രയും പെട്ടെന്ന് തിരികെ മേടിക്കണം എന്നുള്ള കാര്യം പറയണം. അപ്പോൾ ശാരദയാണെങ്കിൽ അരവിന്ദം വാങ്ങാൻ നിന്നിരുന്ന ആ 5 ഏക്കർ സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിന് കൊടുത്ത കാശ് എത്രയും പെട്ടെന്ന് തിരികെ മേടിക്കണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഈ പിശാചികളെ സഹിച്ച് നമ്മൾ കഴിയേണ്ടി വരുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ശാരദയാണെങ്കിൽ ഗംഗയോടും കാവേരിയോടും ജയപാലിനെ പോയി കണ്ടിട്ട് ആ കാശ് തിരികെ മേടിക്കാൻ പറയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളെയും കൂടിയിട്ട് ജയപാലിനെ കാണാനായിട്ട് പോവുകയാണ്.